നമസ്കാരം. ഷെക്കീന ബിഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. ഈ കഴിഞ്ഞ മാർച്ച് 16-ാം തീയതി വളരെ ചരിത്ര പ്രാധാന്യമേറിയ ഒരു സമരത്തിനാണ് കോതമംഗലം സാക്ഷ്യം വഹിച്ചത്. കോതമംഗലത്തിന്റെ തന്നെ, പ്രത്യേകിച്ച് ഹൈറേഞ്ചിന്റെ തന്നെ വികസനത്തിന് വലിയൊരു മുന്നേറ്റം ഒരുക്കുമെന്ന് കരുതപ്പെടുന്ന പഴയ ആലുവാർ മൂന്നാർ PWD റോഡ് അത് സഞ്ചാരയോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് ജനങ്ങൾ, കൃത്യമായി പറയുകയാണെങ്കിൽ 3000-ലധികം ജനങ്ങൾ സമരവുമായി ആ പഴയ PWD റോഡിലൂടെ അണിനിരന്ന വളരെ ചരിത്ര പ്രാധാന്യമേറിയ ഒരു സമരം. ആ സമരത്തിൽ പങ്കെടുത്ത കോതമംഗലം രൂപതയുടെ മുൻ അധ്യക്ഷൻ, കോതമംഗലം രൂപതയ്ക്ക് വളർച്ചയുടെ വലിയ പടവുകൾ സമ്മാനിച്ച, വളർച്ചയുടെ ഉയരങ്ങളിലേക്ക് കോതമംഗലം രൂപതയെ എത്തിച്ച, ഇടുക്കി രൂപതയ്ക്ക് ജന്മം നൽകിയ വയോധികനായിട്ടുള്ള 89 വയസ്സുള്ള പുന്നക്കോട്ടിൽ പിതാവിനെതിരെ വനംവകുപ്പ് കേസെടുത്തിരിക്കുന്നു. അതിനെതിരെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധമാണ് ഉയർന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് വനംവകുപ്പ് ഈ പഴയ ആ രാജപാതയെ, ആലുവ മൂന്നാർ PWD റോഡിനെ ഭയക്കുന്നത്? കേസെടുത്ത് ഭയപ്പെടുത്തി നിശബ്ദരാക്കാം എന്ന ഒരു അജണ്ടയാണോ വനംവകുപ്പിന് ഉള്ളത്? ഈ പാതയുടെ പ്രസക്തി എന്തൊക്കെയാണ്? ഈ വിഷയങ്ങളാണ് ഇന്ന് ഷെക്കീന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത്. ഇന്ന് ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു അഡ്വക്കേറ്റ് ഫാദർ റോബിൻ കടിഞ്ഞാറേക്കുറ്റായൻ, കോതമംഗലം രൂപതാംഗമാണ്. ഒപ്പം തന്നെ സാമൂഹ്യ നിരീക്ഷകൻ ഫാദർ റോയി കണ്ണഞ്ചിറ CMI. ആദ്യം ഫാദർ റോയി കണ്ണഞ്ചിറ CMI, അങ്ങ് ഇടുക്കി സ്വദേശിയാണ്. പ്രത്യേകിച്ച് കോതമംഗലം മൂവാറ്റുപുഴ കേന്ദ്രീകരിച്ച് അങ്ങയുടെ ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകുന്നു. കേരളത്തിലുടനീളം അങ്ങ് വിവിധ പ്രവർത്തനങ്ങളുമായിട്ട് അങ്ങയുടെ പൗരോഹിത്യ ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതിന്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ കോതമംഗലം മൂവാറ്റുപുഴ പ്രദേശത്തെ അങ്ങേക്ക് കൃത്യമായിട്ട് ആ പ്രദേശത്തിന്റെ ഒരു ചരിത്രം, പൾസ് അറിയാവുന്ന ഒരു വ്യക്തി കൂടിയാണ് അങ്ങ്. അതുകൊണ്ട് തന്നെ ഈ പഴയ ആലുവ മൂന്നാർ PWD റോഡ്, അതിന്റെ ഒരു പ്രസക്തി എന്തൊക്കെയാണ്? ഒരു സാങ്കല്പികമായിട്ടുള്ള ഒരു കാര്യം ആണോ ഈ പഴയ ആലുവ മൂന്നാർ PWD റോഡ്? എന്തുകൊണ്ട് വനംവകുപ്പ് ഈ റോഡ് തുറന്നു കൊടുക്കുന്നതിനെ ഭയപ്പെടുന്നു? ഫാദർ റോയ് കണ്ണഞ്ചിറ CMI. ജോർജി, ജനങ്ങളുടെ പുരോഗതിയുടെ വഴിയിൽ ഒരു മന്ത്രിയും മന്ത്രിസഭയും വിലങ്ങുതടിയായി നിൽക്കുന്ന ഒരു കാഴ്ച കണ്ടുകൊണ്ടാണ് ഈ ഒരു ചോദ്യത്തിന് മറുപടി പറയാൻ വേണ്ടി ഞാൻ മുതിരുന്നത്. ജനങ്ങൾ ആവശ്യപ്പെട്ടത് വനഭൂമി കൃഷിഭൂമിയാക്കണമെന്നല്ല. ജനങ്ങൾ ആവശ്യപ്പെട്ടത് വനം മുറിച്ച് കച്ചവടം നടത്താൻ അവർക്ക് രഹസ്യമായി സമ്മതം നൽകണമെന്നല്ല. ജനങ്ങൾ ആവശ്യപ്പെട്ടത് കാലങ്ങളായി, നൂറ്റാണ്ടുകളായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു റോഡ് സഞ്ചാരയോഗ്യമാക്കുകയാണ് എങ്കിൽ ഈ ലോ റേഞ്ചിലുള്ളവർക്ക് ഹൈ റേഞ്ചിലേക്കുള്ള യാത്രാ വഴി വളരെ എളുപ്പമായി മാറും. പൂയംകുട്ടിയിൽ നിന്ന് മൂന്നാർ വരെ 27 കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഈ ഒരു നല്ല വഴി സഞ്ചാരയോഗ്യമാക്കി തരണം എന്ന് മാത്രമാണ് ആവശ്യപ്പെട്ടത്. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നിരവധി തവണ സർക്കാരിനെ സമീപിച്ചു, കോടതി വഴി സമീപിച്ചു. പക്ഷേ വനം വകുപ്പിന്റെ കടുംപിടുത്തം കൊണ്ട് ഈ ഒരു ആവശ്യം ജനങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്നില്ല. ആ സമയത്താണ് ജനങ്ങൾ തെരഞ്ഞെടുത്ത, ജനങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്ന ജനപ്രതിനിധികൾ, അവരുടെ നേതൃത്വത്തിൽ ഒരു പ്രക്ഷോഭം ഈ റോഡ് തുറന്നു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ജനകീയ മുന്നേറ്റ യാത്രയാണ് നടത്തിയത്. അതിൽ പങ്കെടുത്തത് മറ്റാരുമല്ല, അതിൽ മുൻനിരയിൽ നിന്ന് പങ്കെടുത്തത് ഞങ്ങളുടെ എല്ലാം കോതമംഗലം ഇടുക്കി രൂപതയുടെ, പ്രത്യേകിച്ച് ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ച്, കത്തോലിക്ക സഭയെ സംബന്ധിച്ച് ഞങ്ങളുടെ എല്ലാം ആത്മീയ പിതാവായ ആദരണീയനായ അഭിമന്യ ജോർജ് പുന്നക്കോട്ടിൽ പിതാവാണ്. 89-90 വയസ്സിലേക്ക് എത്തുന്ന ആ വൃദ്ധനായ പിതാവ്, അദ്ദേഹം അദ്ദേഹം പലതവണ യാത്ര ചെയ്തിട്ടുള്ള ഈ റോഡ് ഇന്നിങ്ങനെ അടഞ്ഞുകെട്ടി കിടക്കുന്നതിലുള്ള ദുഃഖം പങ്കുവെച്ചുകൊണ്ടും അത് തുറന്നു കൊടുത്താൽ ജനങ്ങൾക്കും ഒരു നാടിനും ഉണ്ടാകുന്ന വികസനത്തെ മുന്നിൽ കണ്ടുകൊണ്ടുമാണ് അദ്ദേഹവും ഈ സമരത്തിൽ പങ്കെടുത്ത് ഈ ഒരു ആവശ്യം ഉന്നയിച്ചത്. ഇതൊരു അക്രമാസക്തമായ സമരമായിരുന്നില്ല. ഇത് വളരെ മാന്യന്മാര് നടത്തിയ, പാവപ്പെട്ട ജനങ്ങൾ നടത്തിയ ഒരു സമരമായിരുന്നു. ആ സമരത്തിന്റെ മുന്നിൽ നിന്നു എന്നുള്ളതിന്റെ പേരിൽ അഭിമന്യ പിതാവ് ഉൾപ്പെടെയുള്ളവരുടെ പേരിൽ കേസെടുത്ത്, ഇപ്പോൾ ഇവിടെ സന്നിഹിതനായിരിക്കുന്ന റോബിൻ അച്ഛന്റെ പേരിൽ കേസെടുത്ത്, ജനപ്രതിനിധികളുടെ പേരിൽ കേസെടുത്ത് വനം വകുപ്പ്
ഈ ജനങ്ങളുടെ ആത്മാർത്ഥമായ നീതിപൂർവമായ ആവശ്യത്തെ നിരസിക്കുകയും ജനങ്ങളുടെ ഈ ഒരു അവകാശ സമരത്തെ വിരട്ടി തോൽപ്പിക്കാം എന്ന് വിചാരിക്കുകയും ചെയ്യുന്നു എന്നുള്ളിടത്താണ് ഇത്തരത്തിലുള്ള ഈ ഒരു പ്രതിഷേധം ഏറ്റവും രൂക്ഷമായി മാറുന്ന ഒരു സാഹചര്യം സംജാതമായിരിക്കുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. വനം മന്ത്രി നിയമസഭയിൽ പറഞ്ഞതായി മനസ്സിലാക്കുന്നു, ഈ മൂന്നാർ ആലുവ രാജപാത ഈ ഒരു PWD റോഡ് നിലവിലില്ലാത്തതാണ് എന്ന് പറഞ്ഞതായി മനസ്സിലാക്കുന്നു. വനം മന്ത്രിയോട് എനിക്ക് പറയാനുള്ളത്, ശ്രീ ശശീന്ദ്രനോട് എനിക്ക് പറയാനുള്ളത്, ആ പ്രസ്താവന താങ്കൾ പിൻവലിക്കണം. കാരണം അത് കള്ളമാണ്. വനം മന്ത്രി പറഞ്ഞത് കള്ളമാണ്. ഈ റോഡ് ഇല്ലാത്തതാണ് എന്ന് വനം മന്ത്രി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കള്ളമാണ്. കാരണം ഈ റോഡ് ഉള്ളതാണ് എന്ന് മാത്രമല്ല, ഈ ഗവൺമെന്റുകൾ നിരവധി തവണ ഈ റോഡ് നന്നാക്കുന്നതിന് വേണ്ടി ബഡ്ജറ്റിൽ പണം അനുവദിച്ചിട്ടുള്ളതും നിയമസഭയിൽ ഈ റോഡിന്റെ കാര്യം ചർച്ച ചെയ്തിട്ടുള്ളതുമാണ്. അതിന്റെ തെളിവുകൾ മുഴുവൻ നമുക്കിന്ന് ലഭ്യമാണ്. അതുകൊണ്ട് വനം മന്ത്രി പറഞ്ഞ ഈ ഒരു കള്ളം വനമന്ത്രി പിൻവലിക്കണം. കാരണം ഈ കേരളത്തിലെ ജനങ്ങൾ അവര് മലയോര പ്രദേശത്ത് താമസിക്കുന്നത് കൊണ്ട്, അവര് മൂവാറ്റുപുഴയിലും കോതമംഗലത്തും അടിമാലിയിലും മൂന്നാറിലും അവര് മാങ്കുളത്തും താമസിക്കുന്നത് കൊണ്ട്, അവര് മണ്ണിൽ പണിയെടുക്കുന്നത് കൊണ്ട് അവര് മണ്ടന്മാരാണ് എന്ന് വനം മന്ത്രി വിചാരിക്കരുത്. ഈ ജനത്തെ ഇങ്ങനെ വിഡ്ഢികളാക്കാമെന്ന് വനം മന്ത്രി വിചാരിക്കരുത്, വനം വകുപ്പ് വിചാരിക്കരുത്. ഈ ജനം നടന്നു നീങ്ങാൻ ആവശ്യമുള്ള ഈ ഒരു നടപ്പാതയാണ് ചോദിച്ചത്. ഇതുവരെ അവർ നടന്നിരിക്കുന്ന ഈ റോഡ് വാഹന ഗതാഗതത്തിന് സൗകര്യമുള്ളതായി വികസിപ്പിച്ചു തരണമെന്നാണ് ആവശ്യപ്പെട്ടത്. അതൊരു നാടിന്റെ വികസനത്തിന് ആവശ്യമാണ്. എന്നാൽ ഇത് സിനിമാക്കാർ ചോദിച്ചപ്പോൾ അവർക്ക് തുറന്നു കൊടുക്കുന്നതിനകത്ത് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. പുലിമുരുകന്റെ ഷൂട്ടിങ്ങിന്റെ സമയത്ത് ഈ വഴിയെല്ലാം തുറന്നു കൊടുത്ത് ജനങ്ങളെല്ലാം ഈ വഴി യാത്ര ചെയ്തതാണ്. എന്നാൽ പുലിമുരുകന് മുമ്പ് പുലിയൊന്നും ഇറങ്ങാത്ത ഈ കാട്ടിൽ, ആന ഇറങ്ങാത്ത ഈ കാട്ടിൽ ജനങ്ങൾക്ക് സ്വസ്ഥമായി യാത്ര ചെയ്യാൻ കഴിയുന്ന ഈ കാട്ടിലൂടെ യാത്ര ചെയ്തയാളാണ് അഭിമന്യ പുന്നക്കോട്ടിൽ പിതാവ്. പുന്നക്കോട്ടിൽ പിതാവ് യാത്ര ചെയ്യുന്നതിന് മുമ്പ് ഈ വഴിയെ യാത്ര ചെയ്ത ഒരാളുടെ പേര് ഞാൻ പറയാം. അത് കൊച്ചിയുടെ മഹാറാണിയായിരുന്ന റാണി ലക്ഷ്മിഭായിയാണ്. ഈ റാണി ലക്ഷ്മിഭായിയുടെ 2 വിശ്രമ കേന്ദ്രങ്ങൾ മൂന്നാറിലുണ്ട്. 1924 വെള്ളപ്പൊക്കത്തിൽ ഈ റോഡ് നശിക്കുന്നതിന് മുമ്പ് ഈ റോഡ് യാത്ര ചെയ്ത് മൂന്നാറിൽ എത്തിയിരുന്നു ഈ റാണി ലക്ഷ്മിഭായി. റാണി ലക്ഷ്മിഭായിയുടെ വിശ്രമ സങ്കേതങ്ങളിൽ ഒന്ന് ഇന്ന് വാങ്ങിച്ചിരിക്കുന്നത് ഞങ്ങളുടെ CMI സഭയാണ്. ഇന്ന് അവിടെ ഒരു വലിയ കാർമൽ പബ്ലിക് സ്കൂൾ ഉൾപ്പെടെയുള്ള കൊരണ്ടക്കാട് പബ്ലിക് സ്കൂളും അതുപോലെ തന്നെ ഞങ്ങളുടെ സംഗമം എന്ന് പറയുന്ന മതസൗഹാർദ്ദ കേന്ദ്രവും ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സ്ഥാപനത്തിലേക്ക്, ഈ വിശ്രമ കേന്ദ്രത്തിലേക്ക് ഈ റാണി, മഹാറാണിയും പരിവാരങ്ങളും യാത്ര ചെയ്ത് വന്ന ഈ റോഡാണ്, ഈ ഇല്ലാതിരുന്ന റോഡാണ് എന്ന് വനം മന്ത്രി നിയമസഭയിൽ വിളിച്ചു പറഞ്ഞത്. ഈ റോഡ് ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, വളരെ എളുപ്പത്തിൽ കോതമംഗലത്ത് നിന്ന് മൂന്നാറിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ടി, കൊച്ചിയിൽ നിന്ന് മൂന്നാറിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ടി രാജാക്കന്മാരും മന്ത്രിമാരും ജനങ്ങളും ഒക്കെ ഉപയോഗിച്ചിരുന്ന ഒരു റോഡാണിത്. ഈ റാണി ലക്ഷ്മിഭായിയെ സ്വീകരിച്ച ഒരു താത്ത, 100 വയസ്സ് കഴിഞ്ഞ ഒരു താത്ത ഇന്നും കൊരണ്ടക്കാട് ഞങ്ങളുടെ ആശ്രമത്തോടനുബന്ധമായിട്ടുള്ള സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട്. ഇവരുടെയൊക്കെ മുമ്പിൽ നിന്നാണ് ഈ മന്ത്രി ഇങ്ങനെ ഒരു റോഡേ ഉണ്ടായിരുന്നില്ല എന്ന് വിളിച്ചു പറഞ്ഞത്. എന്നിട്ടാണ് അതിക്രമിച്ച് കാട്ടിൽ കയറി എന്നുള്ളതിന്റെ പേരിൽ ഞങ്ങളുടെ അഭിമന്യനായ പിതാവിനും ജനപ്രതിനിധികൾക്കും വൈദിക ശ്രേഷ്ഠർക്കും ഒക്കെ എതിരെ കള്ളക്കേസുണ്ടാക്കി ജനങ്ങളുടെ പൊതുജീവിതത്തെ താറുമാറാക്കുകയും ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്നത്. ഇതിൽ നിന്ന് വനം വകുപ്പ് പിന്തിരിയണം. വനം മന്ത്രി ഈ നുണയാണ് എന്ന് ഏറ്റുപറയുകയും ഇന്ന് ലഭ്യമായിരിക്കുന്ന സർക്കാർ രേഖകൾ, വിവരാവകാശം അനുസരിച്ച് നമുക്ക് ലഭ്യമായിരിക്കുന്ന സർക്കാർ രേഖകൾ അത് സത്യമാണ് എന്ന് കണ്ടു വായിച്ച് മനസ്സിലാക്കി, അതിനുള്ള പ്രാപ്തി അദ്ദേഹത്തിനുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രേഖകൾ കണ്ടാൽ വായിക്കാനും മനസ്സിലാക്കാനുമുള്ള ശേഷി വനം മന്ത്രിക്ക് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് എങ്കിൽ ആ രേഖകൾ കണ്ട് ഈ വനം മന്ത്രി ഈ സത്യം ജനങ്ങളോട് തുറന്നു പറയണം. ഒപ്പം ഈ റോഡ്
ജനങ്ങളുടെ സൗകര്യത്തിനായി തുറന്നു കൊടുക്കാനുള്ള സന്മനസ് കാണിക്കണം. ഇത് ജനങ്ങൾ ഉപയോഗിച്ചിരുന്ന റോഡാണെന്നുള്ളത് കൊണ്ടും മഹാരാജാക്കന്മാരും റാണിമാരും അവരുടെ വിശ്രമ സങ്കേതങ്ങളിലേക്ക് മലയോര പ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്തിരുന്ന നാടാണ് എന്നുള്ളത് കൊണ്ടും സുഗന്ധദ്രവ്യങ്ങളും ബലവ്യഞ്ജനങ്ങളും ഒക്കെ വ്യവഹാരം നടത്താനായിട്ട് പണ്ട് കാലത്ത് ജനങ്ങൾ ഉപയോഗിച്ചിരുന്ന ഒരു വഴിയാണ് ഇത് എന്നുള്ളത് കൊണ്ടും ഈ വഴി ജനങ്ങളുടെ സഞ്ചാരപാതയായി തുറന്നു കൊടുക്കണം എന്നുള്ളതാണ് ഈ ഒരു ചർച്ചയുടെ പ്രസക്തി. ഈ ഒരു പ്രക്ഷോഭത്തിന്റെ ആവശ്യം അതാണ്. അത് ജനകീയമായ ആവശ്യമാണ്. അതിന് ഈ ഒരു സർക്കാർ അലംഭാവം കാണിക്കാതെ അതിന് അനുകൂലമായ തീരുമാനമെടുത്ത് ജനങ്ങളുടെ ജീവിതത്തെ സഹായിക്കണമെന്നുമാണ് എന്റെ അഭിപ്രായം. ഓക്കെ, മറ്റൊരു കാര്യം അച്ഛാ, നമുക്കറിയാം പുന്നക്കോട്ടിൽ പിതാവ് ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കോതമംഗലത്തിന്റെ മാത്രമല്ല ഇടുക്കി ലോ റേഞ്ച് മേഖലകൾ, ഹൈ റേഞ്ച് മേഖലകൾ, അതിന്റെയൊക്കെ ഒരു സമഗ്ര വികസനം, അത് ആത്മീയവും ഭൗതികവുമായിട്ടുള്ള വികസനത്തിന് നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ച ഒരു വ്യക്തിത്വമാണ് അഭിമന്യ പുന്നക്കോട്ടിൽ പിതാവ്. അപ്പോൾ അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ വനഭൂമിയിലേക്ക് അതിക്രമിച്ച് കയറി എന്ന് ആരോപിച്ചുകൊണ്ട് അദ്ദേഹം ഉൾപ്പെടെ ജനപ്രതിനിധികൾക്ക് നേരെ കേസെടുക്കുന്നു. അപ്പോൾ കോതമംഗലം രൂപത ഈ കേസ് എടുത്തതിന് ശേഷം, വനവകുപ്പ് ഈ കേസ് എടുത്തതിന് ശേഷം നിരവധി തവണ വനവകുപ്പുമായി അല്ലെങ്കിൽ കേസ് പിൻവലിക്കണം എന്ന തരത്തിലുള്ളൊരു ആവശ്യം ഉന്നയിച്ചു. പക്ഷേ അതിനോടൊക്കെ ഒരു മറുതലിപ്പ്, ഈ ഒരു ധിക്കാരം അത് ശരിയാണ്? പ്രത്യേകിച്ച് ഒരു നാടിന്റെ തന്നെ വികസനത്തിന് വേണ്ടി തന്റെ ജീവിതം ഒഴിഞ്ഞുവെച്ച ഒരു വയോധികനായിട്ടുള്ള അഭിമന്യ പിതാവിന് നേരെ എടുത്ത ഒരു കേസ് അത് പിൻവലിക്കില്ല എന്ന ആ ഒരു ധാർഷ്ട്യം, അതിന്റെ പിന്നിലെ ഒരു അജണ്ട എന്താണ് ഫാദർ റോയ് കണഞ്ചർ? അത് ഒരുപക്ഷെ അദ്ദേഹം ഒരു ക്രൈസ്തവ മതപുരോഹിതനായതുകൊണ്ടാവാം. മറ്റേതെങ്കിലും ഒരു മതപുരോഹിതൻ, ഇതുപോലെ സമുന്നതനായ ഒരു മതപുരോഹിതൻ ജനകീയമായി ജനങ്ങൾക്ക് വേണ്ടി, ഈ നാടിന്റെ മുഴുവൻ വികസനത്തിന് വേണ്ടി ജനപ്രതിനിധികളോടൊപ്പം പ്രത്യേകിച്ച് വി ജെ ജോസഫിനെ പോലെയൊക്കെയുള്ള ഹൈറേഞ്ചിന്റെ തൊടുപുഴയുടെയും കോതമംഗലത്തിന്റെയും ഒക്കെ സമാദരണീയനായ ജനപ്രതിനിധിയോടൊപ്പം ഒക്കെ നിന്ന് ഈ നാടിന്റെ സമഗ്രമായ വികസനത്തിൽ, ഗതാഗത വികസനത്തിൽ, പൊതുമരാമത്തിന്റെ വികസനത്തിൽ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വികസനത്തിലൊക്കെ ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാ ജനങ്ങൾക്കും നന്മയുണ്ടാകുവാൻ വേണ്ടി ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വെച്ച ഞങ്ങളുടെ അഭിമന്യനായ പുന്നക്കോട്ടിൽ പിതാവ്, അദ്ദേഹത്തിനെതിരെ എടുത്തിരിക്കുന്ന ഈ കേസ് എന്ന് പറയുന്നത് അത് ആക്ഷേപകരമായ ഒരു നടപടിയാണെന്ന് മാത്രമല്ല, അത് പിൻവലിക്കുകയും അദ്ദേഹത്തോട് ആദരപൂർവ്വം ഈ പൊതുസമൂഹം ഇടപെടുകയും വേണം. പൊതുസമൂഹത്തിന് അദ്ദേഹത്തോടുള്ള ആദരവിന്റെ പ്രതീകമായി വേണം വനം വകുപ്പ് ഈ കേസ് പിൻവലിക്കാൻ. അത് ധിക്കാരവും ധാർഷ്ട്യവുമാണെന്ന് മാത്രമല്ല, ജനങ്ങളുടെ മര്യാദയോടെയുള്ള പെരുമാറ്റത്തെ പ്രകോപിപ്പിക്കാനും വേണ്ടി മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു നടപടി വനം വകുപ്പ് എടുത്തിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതൊരു ജനകീയ പ്രക്ഷോഭം ഇതിന്റെ പിന്നിലുണ്ടാകും. കാരണം ഇത് പൊതുജനങ്ങൾക്ക് ഉൾക്കൊള്ളാനോ സർക്കാരിന്റെ ഇത്തരത്തിലുള്ള പ്രകോപനപരമായ നിലപാടുകളെ അംഗീകരിക്കാനോ ജനങ്ങൾക്ക് കഴിയില്ല. കാരണം ഇത് ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയാണ്. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടിയല്ല. അദ്ദേഹം ഈ വഴി നടന്നു പോയിട്ടുണ്ട്, അദ്ദേഹം ഈ വഴി ജീപ്പിൽ യാത്ര ചെയ്തിട്ടുണ്ട്. പണ്ട് വഴി അത്ര സുഗമമല്ലാതിരുന്ന കാലഘട്ടങ്ങളിലൊക്കെ അദ്ദേഹം എത്രയോ കാലത്ത് ഞങ്ങൾ ഇടുക്കി രൂപതയിലുള്ള എല്ലാ ഇടവകകളിലും അദ്ദേഹം സന്ദർശിച്ചിട്ടുണ്ട്. അദ്ദേഹം ഈ പറയുന്ന രാജപാത ചെന്ന് ചേരുന്ന മാങ്കുളം, ആനച്ചാല്, മൂന്നാറ്, വെള്ളത്തൂവൽ തുടങ്ങിയ സ്ഥലങ്ങളിലുള്ള ദേവാലയങ്ങളിലെല്ലാം അദ്ദേഹം സന്ദർശിച്ചിട്ടുണ്ട്. അപ്പൊ ഈ വഴികളിലൂടെ യാത്ര ചെയ്തയാൾ ഇന്ന് സുഗമമല്ലാതെ കിടക്കുന്ന ഈ വഴി തുറന്നു കൊടുക്കണമെന്ന് പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ കേസെടുത്ത് ഭീഷണി മുഴക്കുക എന്ന് പറയുന്നത് സാമാന്യ മര്യാദയ്ക്ക് നിരക്കാത്ത കാര്യമാണ്. അതിൽ നിന്ന് വനം വകുപ്പ് പിന്തിരിയണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. വളരെ നന്ദി ഫാദർ റോയ് കണഞ്ചർ. ഈ ഒരു ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന് അങ്ങേക്ക് പോകാൻ തിരക്കുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. വളരെ നന്ദി. ഫാദർ റോബിൻ പടിഞ്ഞാറേക്കുറ്റ്, അന്ന് ഈ മാർച്ച് 16-ാം തീയതി നടന്ന ആ ഒരു സമരത്തിൽ പങ്കെടുത്ത ഒരു വ്യക്തിയാണ്. എന്തായിരുന്നു യഥാർത്ഥത്തിൽ ആ ഒരു സമരത്തിൽ സംഭവിച്ചത്? അഭിമന്യ പിതാവ് ആ സമരത്തിന് നേതൃത്വം നൽകുന്നു, ജനപ്രതിനിധികൾ സമരത്തിന് നേതൃത്വം നൽകുന്നു. യഥാർത്ഥത്തിൽ എന്തായിരുന്നു ആ സമരത്തിൽ സംഭവിച്ചത്? അതിനുശേഷം നമുക്ക് മറ്റ് വിഷയങ്ങളിലേക്ക് കിടക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ആ റോഡിന്റെ പ്രസക്തിയും മറ്റ് വനവകുപ്പിന്റെ അജണ്ടയൊക്കെ. അതിന് ആ സമരത്തിന്റെ ഒരു പൾസ് അങ്ങ് പ്രേക്ഷകരുമായി ഒന്ന് പങ്കുവയ്ക്കാം. അതായത് ഈ റോഡ് നൂറ്റാണ്ടുകളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു റോഡായിരുന്നു. എല്ലാവർക്കും കോതമംഗലം, കുട്ടമ്പുഴ പ്രദേശത്തൊക്കെയുള്ള ആളുകൾക്ക് മാത്രമല്ല, എല്ലാ പൊതുസമൂഹത്തിന് മുഴുവൻ അറിയാവുന്ന കാര്യമാണ്. ഇങ്ങനെ ഒരു ആലുവായിൽ നിന്ന് കോതമംഗലം, കീരമ്പാറ, കുട്ടമ്പുഴ, പൂയംകുട്ടി, കുഞ്ചിയാറ്, ആനക്കുളം, ലക്ഷ്മി എസ്റ്റേറ്റ് വഴി മൂന്നാറിലേക്ക് പോകുന്ന ഈ ഒരു റോഡുണ്ടെന്നും
ആദ്യത്തെ റെയിൽവേ മൂന്നാറിൽ ഉണ്ടായിരുന്ന സമയത്ത് പോലും ഇവിടെ നിന്നാണ് ഈ വഴിയാണ് ഈ യാത്ര ഈ വഴി നടന്നുകൊണ്ടിരുന്നതാണെന്നും ഒക്കെ പൊതുസമൂഹത്തിന് മുഴുവൻ അറിയാവുന്നതും കേരള ചരിത്രത്തിന്റെ സാമാന്യ ബോധമെങ്കിലുമുള്ള ആളുകൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് ഇങ്ങനെ റോഡ് ഉണ്ടായിരുന്നു എന്നുള്ളത്. ഇത് 1924 വെള്ളപ്പൊക്കത്തിന്റെ കാലഘട്ടത്തില് മൂന്നാർ മേഖലയിലൊക്കെ വ്യാപകമായ നാശനഷ്ടം ഉണ്ടായി. ആ കാലഘട്ടത്തിലാണ് ഈ റോഡിന്റെ കുറച്ചു ഭാഗം, അതായത് കരിന്തിരിമല എന്ന് പറയുന്ന റോഡിന്റെ കുറച്ചു ഭാഗം, അത് ഇന്നത്തെ കാലത്താണെങ്കിൽ ഒരു ദിവസത്തെ JCB പണി കൊണ്ട് തീരാവുന്ന കാര്യമേ ഉള്ളൂ. അന്ന് ഈ റോഡ് അല്പം ഒന്ന് ഇടിഞ്ഞു. അതിനുശേഷം അതായത് ഈ റോഡ് മുഴുവനായിട്ടും ഒലിച്ചു പോയിട്ടില്ല, ആ റോഡിന്റെ ഇല്ലില്ല, വളരെ ചുരുങ്ങിയ 100, 250 അല്ലെങ്കിൽ 300 മീറ്റർ മാത്രമാണ് അന്ന് സംഭവിച്ചത്. ഇന്നത്തെ കാലത്ത് ഒരു JCB ഒരു ദിവസം പണിതാൽ റോഡ് പെർഫെക്റ്റ് ആവുന്ന ഒരു അവസ്ഥ. പക്ഷെ അന്നത്തെ കാലത്ത് സ്വാഭാവികമായിട്ട് ആളുകൾ തന്നെ പണിയേണ്ട കാര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതിന്റെ പുറകെ പോയില്ല. മറ്റൊരു റോഡ് എന്ന് വെച്ചാൽ കോതമംഗലത്ത് നിന്ന് നേരിമംഗലം വഴി നമ്മുടെ വാളറ വഴി അടിമാലി മൂന്നാർ അങ്ങനെ ഒരു വഴി ആ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായി. റാണി ലക്ഷ്മിഭായിയുടെ കാലത്ത് വഴിയുണ്ടായി. പിന്നീട് ഈ റോഡ് ഒരിക്കലും ഉപേക്ഷിക്കപ്പെട്ട റോഡായിരുന്നില്ല. അതായത് ഈ പ്രദേശത്തുണ്ടായിരുന്ന ആളുകൾ ജീപ്പിനും നടന്നും ഒക്കെ ആയിട്ട്, ഇപ്പോഴാണല്ലോ ഇത്തരം സംവിധാനങ്ങളൊക്കെ വരിക, അപ്പൊ അന്ന് ജീപ്പിനും അതുപോലെ നടന്നും ഒക്കെ ആയിട്ട് മാങ്കുളം പ്രദേശത്തേക്ക് പോവുകയും മാങ്കുളത്ത് നിന്ന് അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് വരികയൊക്കെ ചെയ്ത ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോ ഞാൻ ഈ പോയിക്കൊണ്ടിരിക്കുന്ന കാലത്ത് പോലും ആളുകൾ ആ വഴി നടന്ന് മാങ്കുളത്തിന് പോയിട്ടുള്ള കഥകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സാധ്യതകൾ ഉണ്ടായിരുന്ന ഒരു വഴിയായിരുന്നു. പോകുന്ന വഴിയിൽ പീണ്ടിമേട് വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു. അങ്ങോട്ടൊക്കെ ആളുകൾ പൊക്കൊണ്ടൊക്കെ ഇരുന്ന. എന്തായാലും ഒരു 2010-12 വനം വകുപ്പ് ഈ റോഡൊന്ന് ബ്ലോക്ക് ചെയ്തു. അപ്പൊ ആളുകളോട് പറഞ്ഞത് എന്താണ്, പുറമേ നിന്ന് വരുന്ന ആളുകൾ, ഇപ്പൊ വന്യജീവി ശല്യമൊക്കെ കൂടി, അന്നത്തെ കാലഘട്ടത്തില് വന്യജീവി ശല്യം കാര്യമായിട്ട് ഉണ്ടായിരുന്നില്ല. പിന്നീട് വന്യജീവി ശല്യം കൂടി കഴിഞ്ഞതോടുകൂടി ഈ പ്രദേശത്തേക്ക് പെട്ടെന്ന് കാട്ടിലേക്ക് ആളുകൾ കയറി പോകുമ്പോൾ അപകട സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒന്ന് നിയന്ത്രിക്കാനെന്ന്, അതായത് ആര് കയറി പോകുന്നത് വനം വകുപ്പുകാർക്ക് അറിയാൻ. അതൊരു കൊള്ളാവുന്ന ലോജിക്കായിട്ട് അന്ന് തോന്നിയിട്ട് ആരും പ്രതികരിച്ചില്ല. അതായത് ഒരു ബാർ ഇട്ടു. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ലോക്കൽസ് ആണെങ്കിലും ജീപ്പ് ഡ്രൈവർമാരാണെങ്കിലും അവർ പോയിട്ട് അവിടെ കോയമ്പത്തൂർ തന്നെയുള്ള ഒരു ഫോറസ്റ്റ് ഓഫീസർ ഉണ്ട്, ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ഉണ്ട്. അവിടെ പോയി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചോദ്യം താക്കോല് കിട്ടും. താക്കോൽ ഇട്ട് തുറക്കുന്നു, വണ്ടി ഉപയോഗിക്കുന്നു, തിരിച്ചു വന്നു കഴിഞ്ഞാൽ കൂട്ടിയിട്ട് താക്കോൽ അവിടെ കൊണ്ട് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ വളരെ സുഗമമായ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. 2014-15 ഒരു കാര്യം കൂടി, അതായത് ഈ ഘട്ടത്തിലൊക്കെ ഈ റോഡിൽ കൃത്യമായിട്ടുള്ള ഒരു മെയിന്റനൻസ് നടന്നിരുന്നോ? മെയിന്റനൻസുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു അപ്ഡേഷൻ? KSCB-യുടെ മെയിന്റനൻസ്, അതായത് ഈ പീണ്ടിമേട് എന്ന് പറയുന്ന സ്ഥലത്താണ് KSCB-യുടെ അവരുടെ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട്. അപ്പൊ ആ രീതിയിലുള്ള മെയിന്റനൻസ് ഒക്കെ നടന്നായിരുന്നു. തന്നെയല്ല, ഈ റോഡ് ബ്ലോക്ക് ചെയ്യപ്പെട്ടേക്കുന്നത് നമ്മുടെ പൂയംകുട്ടി മാത്രമാണ്. കോതമംഗലത്ത് നോക്കിയാൽ കോതമംഗലം പൂയംകുട്ടി റോഡല്ല, കോതമംഗലം പെരുമ്പുകുത്ത് റോഡിനാണ് ഫണ്ട് അനുവദിച്ചിരിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ പെരുമ്പുകുത്ത് എന്ന് പറയുന്നത് ഈ റോഡ് ചെന്ന് അവസാനിക്കുന്ന സ്ഥലമാണ് പെരുമ്പുകുത്ത് എന്ന് പറയുന്നത്. അതായത് ഈ അടത്തിട്ടേക്കുന്ന പാതയും കഴിഞ്ഞ് ഈ 15 കിലോമീറ്റർ വനത്തിലൂടെ കഴിഞ്ഞിട്ട് മാങ്കുളത്തിന് സമീപത്തുള്ള പെരുമ്പുകുത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് പോയിട്ട് റോഡ് അവസാനിക്കുകയാണ്. അവിടെ ഇപ്പോഴും നമുക്കറിയാം ഒത്തിരി ടൂറിസ്റ്റുകൾ ഒരു സ്ഥലമായി പെരുമ്പുകുത്ത് പാലമൊക്കെ ഉണ്ട്. ഇപ്പോഴും പുതിയ പാലം അടുത്ത കാലത്ത് പണിതാണ്. അപ്പൊ അങ്ങോട്ടൊക്കെ അവിടം വരെയുള്ള റോഡാണ്. റോഡിന്റെ പേര് കോതമംഗലം പെരുമ്പുകുത്ത് റോഡെന്നാണ്. ഈ കോതമംഗലം പെരുമ്പുകുത്ത് റോഡാണ് ഈ പൊയ്യൻകുട്ടി വെച്ചത് ബ്ലോക്ക് ചെയ്തേക്കുന്നത്. അപ്പോ ഈ പുലിമുരുകൻ സിനിമയുടെ കാലഘട്ടത്തില് ഒത്തിരിയേറെ ആളുകൾക്ക് ഇതിലൂടെ കടന്നു പോകാനുള്ള അനുവാദം കൊടുത്തു. വനംവകുപ്പ് ശരിക്കും പറഞ്ഞാൽ വനം വാടകയ്ക്ക് കൊടുത്തു എന്ന് വേണമെങ്കിൽ എക്സാക്ട്ലി പറയാം. അതായത് കാശ് കിട്ടുന്നപ്പം ബാക്കി കാര്യങ്ങളൊക്കെ മറന്നു. വനം വാടകയ്ക്ക് കൊടുത്ത് അവിടെ പ്ലാസ്റ്റിക് ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെയുള്ള മറ്റ് എല്ലാ കാര്യങ്ങളും, അതായത് 1000-500ഓളം ആളുകൾ നാട്ടിൽ കയറി വളരെ സ്വാതന്ത്ര്യത്തോടെ പെരുമാറാനുള്ള അനുവാദവും വനംവകുപ്പ് കൊടുത്തു. വനംവകുപ്പിന് കാശ് കിട്ടി. പക്ഷെ കാശ് കിട്ടിയതിന്റെ പേരിൽ ഈ നിയമങ്ങളൊന്നും വെറുതെയാകുന്നില്ലല്ലോ. എന്തായാലും അവര് കയറി. സ്വാഭാവികമായിട്ട് ആളുകൾ പുലിമുരുകൻ പാലം എന്ന് പറയുന്ന പാലം, മണികണ്ഠചാൽ പേരിട്ടു. പുലിമുരുകൻ കുത്ത് കാണാൻ വേണ്ടി, പീണ്ടിമേട് കാണാൻ വേണ്ടി ആൾക്കാർ വന്നു തുടങ്ങി. അപ്പൊ ഇവര് കുറെ കൂടി നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് കൂടി ആർക്ക് താക്കോല് കൊടുക്കുകയില്ല, ഒരു കാരണവശാലും കേരളത്തിൽ. അതായത് അതുവരെ വളരെ വളരെ മാന്യമായ രീതിയിൽ ആര് പോകുന്നു എന്നറിയാൻ വേണ്ടിയിട്ട് ഇത് ബ്ലോക്ക് ചെയ്ത വനംവകുപ്പ് നിങ്ങൾ ആരും അങ്ങോട്ട് കയറരുതെന്ന് പറഞ്ഞു തുടങ്ങി. ആൾക്കാർ പ്രതിഷേധിച്ചു. അപ്പൊ നിരന്തരമായ രീതിയിൽ വനംവകുപ്പുമായിട്ടുള്ള വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു, വലിയ പ്രശ്നങ്ങൾ വനംവകുപ്പുമായിട്ടുണ്ടാകുന്നു. ആ കാലഘട്ടത്തില് പ്രദീപ് ഹൈമനത്തിൽ എന്ന് പറയുന്ന അന്നത്തെ ജനസംരക്ഷണ സമിതിയുടെ പ്രസിഡന്റ് ആയിരുന്ന ആള് മൈനോറിറ്റി കമ്മീഷന്റെ ഉത്തരവ് വാങ്ങി. അദ്ദേഹത്തിന് കിട്ടി ഈ റോഡ് എത്രയും പെട്ടെന്ന് പുനർനിർമ്മിക്കണമെന്നുള്ള മൈനോറിറ്റി കമ്മീഷന്റെ ഉത്തരവ് കിട്ടി. അത് നടപ്പാകാതേക്ക് വന്നു. വീണ്ടും ഇത് തുറക്കണമെന്നുള്ള ആവശ്യങ്ങളൊക്കെ ഉയർന്നു. ഈ കാലഘട്ടത്തില് അഡ്വക്കേറ്റ് ദേവസ്യ ചാക്കോ എന്ന് പറയുന്ന അഭിഭാഷകനും
ഷാജി പയ്യാനി എന്ന് പറയുന്ന പൊതുപ്രവർത്തകനും ചേർന്ന് ഹൈക്കോടതിയിൽ ഈ കേസിന് വേണ്ടി പോയി. അതായത് ഇവർ വെറുതെ ഒരു കേസിന് വേണ്ടി പോവല്ല ചെയ്തത്, കൃത്യമായ രീതിയിലുള്ള ഡോക്യുമെന്റുകളുടെ അടിസ്ഥാനത്തിലാണ് ഇവര് കേസിന് വേണ്ടി പോയത്. 2020 കേസിന് വേണ്ടി പോയത് എങ്കിൽ പോലും ഇത് 2020 കേസ് കൊടുത്തു, കാര്യങ്ങളൊക്കെ വന്ന് 2022 ഒക്കെ ആയപ്പോഴേക്കൊക്കെയാണ് ഈ ഇതിന്റെ സംബന്ധിച്ചുള്ള കൂടുതൽ ലൈവായി മാറിയത്. അതായത് 14/3/2022 കോതമംഗലം എം എൽ എ ആയിരുന്ന ഇപ്പോഴത്തെ എം എൽ എ തന്നെ കോതമംഗലം എം എൽ എ ആന്റണി ജോണിന് പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി കൊടുത്തൊരു മറുപടി ഇങ്ങനെയാണ്. ചോദ്യം എങ്ങനെയായിരുന്നു: കോതമംഗലം പെരുമ്പക്കുത്ത് റോഡ് പുനർനിർമ്മിച്ച് സഞ്ചാരയോഗ്യം ആക്കണമെന്നുള്ള ആവശ്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഈ പ്രസ്തുത റോഡിന്റെ കോതമംഗലം മുതൽ പെരുമ്പക്കുത്ത് വരെയുള്ള ഭാഗങ്ങൾ പൊതുമരാമത്ത് വകുപ്പിന്റെ അധീനതയിലാണോ? എത്ര കിലോമീറ്റർ ദൂരമാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ അധീനതയിൽ വരുന്നത് വ്യക്തമാക്കാവോ എന്ന് ചോദിക്കുകയാണ്. മറുപടി പറയുന്നത് ഇങ്ങനെയാണ്: ആദ്യ ഭാഗത്ത് കോതമംഗലം മുതൽ ചേരാട് വരെ നിലവിലുള്ള ഈ റോഡ് ചെയ്യുന്നതിന് ടെൻഡർ ചെയ്ത് പണികൾ നടന്നു വരുന്നതാണ്. ഇങ്ങനെ എല്ലാം പറഞ്ഞിട്ട് അവസാനത്തേക്ക് പറഞ്ഞു വയ്ക്കുന്നതാണ്: പൂയംകുട്ടി മുതൽ പെരുമുഖത്ത് വരെയുള്ള വനത്തിലൂടെ റോഡ് വനം വകുപ്പ് അടച്ചിരിക്കുകയാണ്. ഈ 10 കിലോമീറ്റർ റോഡ് മൺപാതയാണ്. കോതമംഗലത്ത് നിന്ന് പെരുമുഖത്ത് വരെ 40 കിലോമീറ്റർ പൊതുമരാമത്ത് വകുപ്പിന്റേതാണെന്ന് വളരെ അസന്നിഗ്ധമായിട്ട് നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി കൃത്യമായിട്ട് നിയമസഭയെ അറിയിച്ചിരിക്കുകയാണ്. അപ്പൊ ആ റോഡ് അത്രയും ക്ലിയർ ആയിട്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഔദ്യോഗികമായിട്ട് പറഞ്ഞത് ഞങ്ങളുടെ റോഡാണ്. പക്ഷേ അതൊന്നും ഈ വനം വകുപ്പുകാർക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല. അപ്പൊ അങ്ങനെ ഉണ്ടായി വീണ്ടും ഒരുപാട് ജനങ്ങളുടെ ആവശ്യങ്ങളും ഒക്കെ ഉണ്ടാവുകയും അതിന്റെ ഭാഗമായിട്ട് ഈ സമരം വരുവാണ്. ഈ മാർച്ച് മാസം 16-ാം തീയതി പൂയംകുട്ടിയിൽ നിന്ന് ആയിരക്കണക്കിന് ഒരു 3000-ഓളം 2500 മുതൽ 3000 വരെ ആൾക്കാർ ഏറ്റവും കുറഞ്ഞുണ്ട്. ജനപ്രതിനിധികളായ ഇലീൻ കുര്യാക്കോസ് ഉണ്ട്, ആന്റണി ജോൺ ഉണ്ട്, മധ്യ കുഴൽനാടൻ എം എൽ എ ഉണ്ട്, പുന്നക്കോട്ടിൽ പിതാവുണ്ട്, ധാരാളം വൈദികരുണ്ട്, ജനനേതാക്കന്മാരുണ്ട്, പഞ്ചായത്ത് മെമ്പർമാരുണ്ട്, ത്രിതല പഞ്ചായത്ത് ഭാരവാഹികളുണ്ട്, പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട്, ഈ രാജപാത ആക്ഷൻ കൗൺസിലിന്റെ ആളുകളുണ്ട്, രാജപാത കോർഡിനേഷൻ കമ്മിറ്റിയുടെ ഭാരവാഹികൾ എല്ലാവരും ചേർന്ന് നടത്തിയ ഒരു ജനമുന്നേറ്റ യാത്ര. ഫോറസ്റ്റുകാർ വിചാരിച്ചത് ഇത് അടിച്ചൊതുക്കാം. അതായത് ആളുകൾ ഇറങ്ങി കഴിയുമ്പോൾ ഒരു പ്രകോപനം ഉണ്ടാക്കി ആളുകളെ അടിച്ചോടിക്കാൻ കഴിയും. അപ്പൊ വാർത്ത പുറത്തേക്ക് വരുന്നത് ഇവിടെ ഉണ്ടായ ലാത്തിചാർജിനെ കുറിച്ചോ അതല്ലെങ്കിൽ ആളുകളെ ഉപദ്രവിച്ചതിന്റെ പേരിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വന്ന് ഈ സമരം ശ്രദ്ധിക്കപ്പെടാതെ പോകാന്നുള്ളതായിരുന്നു അവരുടെ വിചാരം. പക്ഷേ 90 വയസ്സുള്ള പുന്നക്കോട്ട് പിതാവ് വന്നിട്ട് പറഞ്ഞു: എന്റെ ജനം നീതി നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്, എന്റെ ജനത്തിന്റെ നീതിക്ക് വേണ്ടി ഞാൻ ഇറങ്ങും എന്ന് പറഞ്ഞുകൊണ്ട് 90 വയസ്സുള്ള ഈ പുന്നക്കോട്ടിൽ പിതാവ് ഈ റാലിയുടെ മുൻനിരയിൽ നിന്ന് പിതാവ് റാലി കഴിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പൊ ആളുകൾ ഭയങ്കര ആവേശം വന്ന് ഫോറസ്റ്റുകാർ തടഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ഫോറസ്റ്റുകാർ റോഡിൽ നിന്ന് മാറണം, ഞങ്ങൾക്ക് റോഡിൽ അവകാശമൊന്നുമില്ല, മാറി നിൽക്കാൻ പറഞ്ഞു. ഫോറസ്റ്റുകാർ അവിടെ നിന്ന് മാറി പോലീസുകാരെ കയറ്റി വിട്ടു. പോലീസുകാരാണ് ഞങ്ങൾ കൈ കാണിച്ചു, കയറി പൊക്കാൻ പറഞ്ഞ് കൈ കാണിച്ചു. പോയ വഴിക്ക് ഇവരെ ചങ്ങലയിട്ട് റോഡ് തടസ്സപ്പെടുത്തി. സ്വാഭാവികമായ രീതിയിൽ ആളുകൾ കടന്നു പോകുമ്പോൾ ചങ്ങല പൊട്ടിപ്പോകും. അതുപോലെ തന്നെ റോഡിന് നടുക്ക് കൊണ്ടുപോയി പൊതുമരാമത്ത് വകുപ്പിന്റെ വനം വകുപ്പിന്റെ ഒരു വാഹനം കൊണ്ടുവന്ന് റോഡിന്റെ നടുക്ക്, പൊതുമരാമത്ത് റോഡിന്റെ നടുക്ക് വളരെ അലക്ഷ്യമായിട്ട് വനം വകുപ്പുകാർ കൊണ്ടുവന്നിട്ടേക്കാണ്. ആളുകള് സ്വാഭാവികമായിട്ടും പ്രതിഷേധിക്കാതിരിക്കത്തില്ലല്ലോ. അങ്ങനെ ഉണ്ടായി. യാതൊരു തരത്തിലുള്ള ഒരു അക്രമ സംഭവം ഉണ്ടായി. ആളുകൾ പ്രതിഷേധിച്ചു, പക്ഷെ ഒരു തരത്തിലുള്ള അക്രമ സംഭവമോ പ്രകോപനപരമായ ഒരു മുദ്രാവാക്യമോ ഒരു മോശമായ ഒരു പെരുമാറ്റം ഒന്നും ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. ഒരു 2 കിലോമീറ്ററോളം വനത്തിനുള്ളിലൂടെ ആളുകൾ സഞ്ചരിച്ചു. 2 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ പിതാവ് തന്നെ പറഞ്ഞു മതി പോയേക്കാന്ന് പറഞ്ഞു, നിർത്തി. അവിടെ നിന്ന് ആളുകള് ഒരു പേപ്പർ പോലും അവിടെ ഇടാതെ പ്ലക്കാർഡുകൾ കൊണ്ടുപോയായിരുന്നു. ആ പ്ലക്കാർഡുകൾ പോലും തിരിച്ചെടുത്തിട്ട് ആളുകൾ തിരിച്ചു പോരുകയാണ് ചെയ്തത്. സമാധാനപരമായിട്ട് ഇത് അവസാനിച്ചു. എല്ലാവർക്കും വളരെ സന്തോഷമായിരുന്നു. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പം അടുത്ത വാർത്ത വരുന്നു: വനം വകുപ്പിന്റെ ഡെപ്യൂട്ടി റേഞ്ചർ കൊണ്ടുപോയിട്ട് അവിടെയുള്ള 3 പൊതുപ്രവർത്തകരുടെ പേരിൽ കൊണ്ടുപോയി കേസ് കൊടുത്തേക്കുവാണ്. അവരുടെ പൊതുമുതൽ നശിപ്പിച്ചു. 50,000 രൂപ സർക്കാരിന് നഷ്ടം ഉണ്ടാക്കിയെന്ന് പറഞ്ഞ പേരിൽ കൊണ്ടുപോയിട്ട് കേസ് കൊടുത്തു. PDDP ആക്ട് കേസ് എടുത്തിരിക്കുകയാണ്. അതെടുത്തു. 2 ദിവസം കഴിഞ്ഞ് വീണ്ടും അടുത്തത് അഭിനന്ദി പുന്നക്കോട്ട് പിതാവിന്റെയും അഭിനന്ദിയ നമ്മുടെ MP ഇലീൻ കുര്യാക്കോസിന്റെയും അതുപോലെ ആന്റണി ജോൺ MLA പിന്നെ 4 വൈദികരെ, പഞ്ചായത്ത് പ്രസിഡന്റ് തുടങ്ങിയ ആളുകളുടെയൊക്കെ പേരിൽ OR രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. അതാണ് ഈ സമരത്തിന്റെ അന്ന് ഉണ്ടായ സംഭവം എന്ന് പറഞ്ഞാൽ ഇതാണ്. മറ്റൊരു കാര്യം കൂടി, ഇപ്പോൾ മന്ത്രി AK ശശീന്ദ്രൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ റോഡ് അദ്ദേഹം ഈ റോഡ് PWD റോഡാണ് എന്നൊരു കാര്യം അത് നിഷേധിക്കുന്നു. മന്ത്രിസഭയിൽ തന്നെ അല്ലെങ്കിൽ ഇവരുടെ മുന്നണിയിൽ തന്നെ 2 അഭിപ്രായം ഉണ്ടാകുന്നു. മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറയുന്നത് 26 കിലോമീറ്റർ ദൂരം, അത് ഒരു ഡീപ്പ്
ഫോറസ്റ്റിന്റെ ഉള്ളിൽ കൂടിയാണ് പോകുന്നത്. ഈ വഴിയിൽ ഉടനീളം നിരവധി ആനത്താരകളുണ്ട്, അല്ലെങ്കിൽ വന്യമൃഗങ്ങൾ കടന്നു പോകുന്ന വഴിയുണ്ട്. അപ്പോൾ അത് വന്യജീവികളെ ബാധിക്കും, വനത്തെ ബാധിക്കും, വനത്തിന്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു മനോഹാരിതയൊക്കെ ബാധിക്കും എന്ന ഒരു ന്യായം അദ്ദേഹം പറയുന്നുണ്ട്. അതിലേതെങ്കിലും തരത്തിലുള്ള ഒരു അടിസ്ഥാനമുണ്ടോ ഫാദർ റോബിൻ? കോതമംഗലം നിയോജക മണ്ഡലത്തിൽ എവിടെയാണ് ആനയുടെ സാന്നിധ്യം ഇല്ലാതെ? ഞാനിപ്പോൾ ഇവിടെ ആയിരിക്കുന്ന ഈ കോട്ടപ്പടി എന്ന് പറയുന്ന സ്ഥലം, ഈ പറയുന്ന ഈ പുയ്യൻകുട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 30 കിലോമീറ്റർ ദൂരെയുള്ള ഒരു സ്ഥലമാണ്. ഇന്നലെ രാത്രിയിൽ ഇവിടെ അടുത്ത പ്രദേശത്ത് ആന ഉണ്ടായിരുന്നു. ആളുകൾക്ക് ജീവിക്കാനാവാത്ത തരത്തിലുള്ള പ്രശ്നം ഉള്ള സ്ഥലമാണ്. ഈ പുയ്യൻകുട്ടിക്ക് പോകുന്ന വഴിക്ക് തന്നെ, ഈ റോഡിലേക്കല്ല, പുയ്യൻകുട്ടിക്ക് പോകുന്ന വഴിക്ക് തന്നെ ഉള്ള പിണ്ടിമന പഞ്ചായത്തിന്റെ പല പ്രദേശങ്ങളിൽ വന്യജീവി ശല്യം അതിരൂക്ഷമാണ്. അതുപോലെ തന്നെ നമ്മൾ പറയുന്ന ഈ അടിമാലി വഴിയുണ്ടല്ലോ, അവിടെ ആനയുണ്ട്, ആനയുടെ സാന്നിധ്യമുണ്ട്. ആ വഴിക്ക് ഈ നീണ്ടമാറ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് 1 മാസം മുമ്പ് ആൻമരിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ ആന ഉപദ്രവിച്ചു വന്നത്. അതായത് ഈ വനം മന്ത്രി ഈ റോഡിലൂടെ പോയ വന്യജീവികൾക്ക് ശല്യം ഉണ്ടാകുമെന്ന് പറയുന്ന മന്ത്രി നാളെ പറയും ആ വഴിക്കൂടെ പോക്ക് നിങ്ങൾ വേണ്ടാന്ന് വെക്കണം, അതും ഈ വന്യജീവികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും, അവിടെ വന്യജീവി എന്ന് ഇദ്ദേഹം പറയും. കാരണം ഈ വഴിയിലൂടെ യാത്ര ചെയ്ത ഒരാളെ ആന ആക്രമിച്ചു കൊന്നിട്ടില്ല. പലരും ഇപ്പോഴും ആളുകൾ ആ വഴിക്ക് യാത്ര ചെയ്യാറുണ്ട്, ഒരാളെ ആക്രമിച്ചു. പക്ഷെ മറ്റേ വഴിയിലൂടെ പോയ ഈ ആൻമരിയ എന്ന് പറയുന്ന പെൺകുട്ടീനെ ആന ഉപദ്രവിച്ചു വന്നു. ആ വഴിയിലൂടെ പോയി ആന ഓടിച്ച ആളുകൾ ഒത്തിരിയുണ്ട്. ശരി, ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ പറയാനേ ഉള്ളൂ. കാരണം ഈ പ്രദേശം മുഴുവൻ, ഈ കോതമംഗലം നിയോജക മണ്ഡലത്തിന്റെ പല പ്രദേശങ്ങളും ഈ വന്യജീവി ശല്യത്തിന് അതിരൂക്ഷമാണ്. അതുകൊണ്ട് അവിടെ വന്യജീവികളുണ്ട് എന്നൊക്കെ പറയുന്നത് ചുമ്മാ വിഡ്ഢിത്തരമാണ്. അത് ഒരു തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല. കോതമംഗലം മുതൽ ഈ പുയ്യൻകുട്ടിക്ക് പോകുന്ന വഴിയിൽ തട്ടേക്കാട് എന്ന് പറയുന്ന പക്ഷി സങ്കേതമുണ്ട്. അതിനോട് ചേർന്നുള്ള വനത്തില് ഏത് സമയവും ആനയുള്ളതാണ്. അത് ആ രീതി പരിഹരിക്കപ്പെടുന്ന പോലെ റോഡിലൂടെയുള്ള സഞ്ചാരം പരിഹരിക്കപ്പെടും. ഇനി ഒരു ഓപ്ഷനോടെ വേണമെങ്കിൽ വെക്കാം, ഇത് മുഴുവൻ സമയം തുറന്നിടണ്ട, ഒരു രാവിലെ 6 മുതൽ വൈകുന്നേരം 6 വരെയുള്ള സമയത്ത് മാത്രം തുറന്നിട്ടാൽ മതി. രാത്രിക്ക് ഇതിലൂടെ യാത്ര ചെയ്യുന്ന ആളുകള് ഈ മന്ത്രിയുടെ ആനയുടെ വർക്കത്തിന് ശല്യം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യട്ടെ, ഒരു വൈകുന്നേരം ഒരു 6 മണിക്ക് ഇത് ക്ലോസ് ചെയ്യട്ടെ. അതിലൂടെ കടന്നു പോകുന്ന മുഴുവൻ ആളുകളുടെ റെക്കോർഡുകൾ നമുക്ക് വാങ്ങിച്ചു വയ്ക്കാം. എന്നിട്ട് ഈ പെരുമുഖത്ത് പോകുമ്പോൾ ഈ ആളുകൾ അവിടെ നിന്ന് കടന്നു പോയിട്ട് നമുക്ക് ഉറപ്പ് വരുത്തുകയും ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്യാനാണെങ്കിൽ എന്തെല്ലാം സാധ്യതകൾ നമുക്ക് ഇതിലുണ്ട്. അതൊന്നും ചെയ്യാലാന്ന് വാശി പിടിച്ചപ്പോൾ നമുക്കൊന്നും ചെയ്യാനായിട്ട് യാതൊരു മാർഗവുമില്ലാന്ന് മാത്രമേ ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ. ഓക്കെ, മറ്റൊരു കാര്യം കൂടി, ഈ അഭിമന്യ പിതാവിനെതിരെ എടുത്ത ഒരു കേസ്, അതുമായി ബന്ധപ്പെട്ട് വനംവകുപ്പിനെ സമീപിച്ചപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? വനംവകുപ്പിന്റെ താഴേക്കുള്ള ഉദ്യോഗസ്ഥന്മാര് പറയുന്നത് അവർക്ക് വേറെ നിർവാഹമില്ല. ഞങ്ങൾ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇത് കാണിച്ചത്? ഈ 10,500 2000-ഓളം ആളുകൾ കടന്നുപോയ സമയത്ത് എന്തുകൊണ്ടാണ് ബിഷപ്പിനെതിരെ കേസെടുത്തത്? എന്തുകൊണ്ടാണ് ജനപ്രതിനിധികൾക്കെതിരെ കേസെടുത്തത്? തന്നെയല്ല, ഈ സമരത്തിന്റെ ആഹ്വാനം ചെയ്ത കൂട്ടത്തിലെ ബിഷപ്പിന്റെ പേരുണ്ടായിരുന്നില്ല. കുട്ടമ്പുഴ പഞ്ചായത്ത് വിളിച്ച ഈ പൊതുജന മുന്നേറ്റത്തില് പങ്കുകാരനായി എന്ന കാര്യം മാത്രമാണ് ബിഷപ്പ് ചെയ്തത്. തന്നെയല്ല, ഈ ബിഷപ്പ് ഒരു കാട്ടിലേക്കും കയറിയില്ല. അതായത് പൊതുവഴിയിലൂടെ, അതായത് പൊതുമരാമത്ത് വകുപ്പിന്റേതാണെന്ന് നിയമസഭയിൽ മന്ത്രി പറഞ്ഞിരിക്കുന്ന വഴിയിലൂടെ മാത്രം, അത് തികച്ചു സമാധാനപൂർണമായിട്ട് ഈ ബിഷപ്പ് യാത്ര ചെയ്തു. അപ്പൊ ഈ വനംവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇത് ജനങ്ങളെ അങ്ങോട്ട് പേടിപ്പിച്ച്, അല്ലെങ്കിൽ ഇപ്പൊ ബിഷപ്പിനെ ഉൾപ്പെടെയുള്ള ആളുകളെ അങ്ങോട്ട് പേടിപ്പിച്ചിട്ട് പിന്തിരിപ്പിക്കാമെന്നുള്ളൊരു വ്യാമോഹമാണ്. പക്ഷെ അത് വെറുതെയാണ്. കാരണം ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വനംവകുപ്പിനോട് ഞങ്ങൾ നന്ദി പറയുക. കാരണം ഈ പുന്നക്കോട് പിതാവിനെതിരെ കേസെടുത്തതോടുകൂടി കേരളത്തിന്റെ ശ്രദ്ധ മുഴുവൻ രാജപാത എന്ന് പറയുന്ന വിഷയത്തിലേക്ക് വന്നു. പൊതുസമൂഹം ചർച്ച ചെയ്തു, വനംവകുപ്പിന്റെ കയ്യേറ്റങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തു. എന്താണ് ഈ രാജപാത എന്നുള്ളത്? ഒരുപക്ഷെ ചരിത്രത്തോട് താല്പര്യമുള്ള ആളുകൾക്ക് മാത്രം അറിയാമായിരുന്ന ഈ വിഷയം പൊതുസമൂഹം ഏറ്റെടുത്തു, നമ്മുടെ മാധ്യമങ്ങൾ ഇത് ഏറ്റെടുത്തു, നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും, ഭരണകക്ഷി ഉൾപ്പെടെ CPM-ന്റെ കോതമംഗലം ഏരിയ കമ്മിറ്റി കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടു, ബിഷപ്പിനെതിരെ കേസെടുത്ത് തെറ്റാണെന്ന് ആവശ്യപ്പെട്ടു. കേരള കോൺഗ്രസ് M-ന്റെ ചെയർമാൻ ജോസ് കെ മാണി സാർ ഇന്നലെ അഭിനന്ദ പിതാവിനെ സന്ദർശിച്ച് ഈ കാര്യത്തിലുള്ള അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ നിലപാടും പാർട്ടിയുടെ നിലപാടും പ്രഖ്യാപിച്ചു. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ ചെയർമാൻ പി ജോസഫ് സാർ ഇന്ന് കോതമംഗലത്ത് ഉപയോഗിക്കുകയായിരുന്നു. കോൺഗ്രസ് പാർട്ടിയുടെ സമുന്നതരായ നേതാക്കന്മാർ പഞ്ചായത്ത് തലങ്ങളിലുള്ള സമരങ്ങളുമായി ഇങ്ങനെ മുൻപോട്ട് വരികയാണ്. കേരള കോൺഗ്രസ് ജേക്കബിന്റെ പ്രസ്താവനകൾ നമ്മൾ കണ്ടു. ഇങ്ങനെ സമസ്ത മേഖലയിൽ നിന്നും അഭിവന്ധ്യ മടത്തിക്കണ്ടത്തിൽ പുന്നക്കോട്ടിൽ പിതാവിന് വലിയ സപ്പോർട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കോതമംഗലം രൂപതയെ സംബന്ധിച്ചുള്ള വളരെ വ്യക്തമായ നിലപാട് അഭിവന്ധ്യ മടത്തിക്കണ്ടത്തിൽ പിതാവ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു കാരണവശാലും ഇതിൽ നിന്ന് പുറത്തോട്ട് പോകത്തില്ല എന്നും, ജനങ്ങളുടെ ആവശ്യങ്ങളിൽ കോതമംഗലം രൂപത എല്ലാ കാലത്തും കൂടെ നിന്നതുപോലെ ഇനിയും കൂടെ ഉണ്ടാകുമെന്നുള്ള വളരെ ശക്തമായ ഒരു നിലപാട് അഭിവന്ധ്യ മടത്തിക്കണ്ടത്തിൽ പിതാവ് പറയുകയുണ്ടായി. പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. വനംവകുപ്പിന് കോതമംഗലം രൂപതയോടും
കോതമംഗലം രൂപതയുടെ മെത്രാന്മാരോടും വൈദികരോടും ഒക്കെ വൈരാഗ്യം ഉണ്ടാകാൻ നല്ലൊരു കാരണം. നമുക്ക് ശ്രദ്ധിക്കാൻ ഉണ്ടാകുമെന്ന് എനിക്ക് അറിയത്തില്ല. അടുത്ത കാലത്തുണ്ടായ ഈ വനം വകുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ ശക്തമായ പ്രതിഷേധങ്ങൾക്കെല്ലാം തുടക്കമിട്ടത് കോതമംഗലം രൂപതയാണ്. വന്യജീവി ശല്യവുമായി ബന്ധപ്പെട്ട് 2016 കേരളത്തിലെ ഏറ്റവും വലിയ ഒരു സമരങ്ങളൊന്നും കോതമംഗലത്ത് ഉണ്ടായത്. 2017 മാർച്ചിൽ വേങ്ങൂരാൻ ജോണി എന്ന് പറയുന്ന ഒരു സാധാരണക്കാരനെ ആന ചവിട്ടിക്കൊന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ മൃതശരീരവുമായിട്ട് കോതമംഗലം DF ഓഫീസ് ഉപരോധം നടത്തി. കോതമംഗലം രൂപതയാണ് അതിന് നേതൃത്വം കൊടുത്തത്. അപ്പോ ആ സമയത്ത് കോതമംഗലത്തിൽ നിന്ന് ആരംഭിച്ച ഈ ഒരു വലിയ പ്രക്ഷോഭം, അതായത് വനം വകുപ്പുകാരോട് ചോദ്യം ചെയ്യാനായിട്ട് പഠിപ്പിച്ചത് ഈ കോതമംഗലം രൂപതയാണ്. വനം വകുപ്പ് ഈ ആന ചവിട്ടിക്കൊല്ലുകയും അല്ലെങ്കിൽ പുലി കടിച്ചുകയും ചെയ്യുന്നത് അവരുടെ അവകാശമാണെന്ന് കരുതിക്കൊണ്ടിരുന്നിടത്തു നിന്ന് വന്യജീവികളെ ആദ്യമായിട്ട് കാട്ടിൽ നിർത്തണമെന്ന് നിർബന്ധപൂർവ്വം പറഞ്ഞത് കോതമംഗലം രൂപതയാണ്. വന്യജീവി ശല്യ സമരവുമായി ബന്ധപ്പെട്ട് അങ്ങനെ. അടുത്ത കാലത്ത് ബഫർ സോൺ വിഷയം നോക്കുക. ബഫർ സോൺ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ വന്യജീവി സങ്കേതങ്ങളുമായി ബന്ധപ്പെട്ട് ബഫർ സോൺ കൊണ്ടുവരുവാനുള്ള നീക്കം ഉണ്ടായപ്പോ കോതമംഗലം രൂപത അധ്യക്ഷന്മാർ ജോർജ് മടത്തിക്കണ്ടത്തിലാണ് ശക്തമായി പ്രതിഷേധിച്ചത്. ഇനി ഇത് നടപ്പാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു വളരെ ശക്തമായ രീതിയിലുള്ള നേതൃനിരയിലേക്ക് അദ്ദേഹം വരികയും ജനങ്ങളെ സംഘടിപ്പിച്ച് കോതമംഗലത്തെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ടുള്ള വലിയൊരു പ്രക്ഷോഭം നടത്തുകയും ചെയ്തു. അതുപോലെ അടുത്ത കാലത്ത് വന്യജീവി നിയമം ഭേദഗതി ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തിയപ്പോ കോതമംഗലം രൂപതയാണ് ഏറ്റവും ശക്തമായ രീതിയിൽ ഒരു നിലപാടെടുത്തുകൊണ്ട് മുമ്പോട്ട് വന്നത്. കോതമംഗലം രൂപതയോടൊപ്പം മറ്റ് ഒരുപാട് കർഷക സംഘടനകൾ ഉണ്ടായിരുന്നു. ഈ വിഷയങ്ങളിലൊക്കെ കോതമംഗലം രൂപത വളരെ ശക്തമായ എടുത്തു. ഇത് ഈ വന്യജീവി ആളുകൾക്കും അല്ലെങ്കിൽ വനം മന്ത്രിക്കും അതുപോലെയുള്ള പരിസ്ഥിതി തീവ്രവാദികൾക്കും ഒക്കെ വല്ലാത്തൊരു അസ്വസ്ഥത ഉണ്ടാക്കി. അതുകൊണ്ട് കോതമംഗലം രൂപതയോടും കോതമംഗലത്തെ മെത്രാന്മാരോടും കോതമംഗലത്തെ വൈദികരോടും ഒക്കെ വനം വകുപ്പിന് ഒരു വൈരാഗ്യം ഉണ്ടാവുക സ്വാഭാവികമാണ്. അതിന്റെ ഒരു പ്രതികാര നടപടിയാണ് ഈ 90 വയസ്സുള്ള വന്ധ്യവയോധികനായ എറണാകുളം ഇടുക്കി ജില്ലയുടെ ഡെവലപ്മെന്റുകളിൽ ഏറ്റവും വലിയ സംഭാവന കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിത്വമായ ഈ പുന്നക്കോട്ട് പിതാവിനെ ഈ കള്ളക്കേസിൽ കൊടുക്കാനുള്ളത്. പക്ഷെ അതുകൊണ്ടുണ്ടായ ഗുണമെന്ന് പറയുന്നത് ഈ വിഷയം കേരളം ചർച്ച ചെയ്തു, നമ്മുടെ മാധ്യമങ്ങൾ ദിവസങ്ങളോളം ചർച്ച ചെയ്തു. അങ്ങനെയുള്ള ഒരു സംവിധാനത്തിലേക്ക് എത്തി. എല്ലാത്തിനും കൂടെ ഒരു ദൈവം ഉണ്ടെന്ന് പറയില്ലേ, അത് നമ്മുടെ അക്ഷരാർത്ഥത്തില് ഞങ്ങളിപ്പോ തിരിച്ചറിയാണ്. ഈ കേസ് ഉണ്ടായില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ സമരം കേവലമായിട്ട് സമരം മാത്രമായിട്ട് അവസാനിച്ചു പോയാനെ ഈ വാർത്ത പുറത്തറിയില്ലായിരുന്നു. അത് കേസ് എടുത്തത് കൊണ്ട് കേരളം ചർച്ച ചെയ്യുന്ന ഒരു വലിയ സമരമായിട്ട് ഈ സമരം മാറിയത്. ഞാൻ സമയ പരിമിതി ഉണ്ടെങ്കിൽ പോലും അവസാനത്തെ ഒരു ചോദ്യം ചുരുങ്ങിയ വാക്കുകളിൽ അങ്ങേക്ക് മറുപടി പറയാം. രണ്ട് കാര്യങ്ങൾ, പ്രത്യേകിച്ച് കോതമംഗലത്തിന് പുറത്തുള്ള ആ പ്രദേശത്തിന് പുറത്തുള്ള ജനങ്ങൾക്ക് കുറെ കൂടി മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ഒന്ന്, ഈ പാത യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ അത് ആ പ്രദേശത്ത് സൃഷ്ടിക്കുന്ന ഒരു വികസന മുന്നേറ്റം എത്രത്തോളം ഉണ്ട്, ഞാൻ ഉദ്ദേശിച്ചത് എത്രത്തോളം വേഗത്തിൽ നിലവിലുള്ള പാതയേക്കാൾ വേഗത്തിൽ മൂന്നാറിലേക്ക് പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിൽ നിന്നൊക്കെ എത്തിപ്പെടാൻ സാധിക്കും. രണ്ട്, ഇനി ഈ ഒരു സമരം എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്? ചുരുങ്ങിയ വാക്കുകളിൽ ഫാദർ റോബിൻ. അതായത് ഈ റോഡ് യാഥാർത്ഥ്യമായാൽ ഉണ്ടാകാവുന്ന ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത് നമ്മുടെ ഒരു പൈതൃകത്തെ വീണ്ടെടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. അതായത് നമ്മൾ ഇത് പറയുമ്പോൾ ഈ റോഡിന്റെ പ്രത്യേകതകൾ പറയുമ്പോൾ ഇത് നമ്മൾ ആദ്യം പറഞ്ഞ ഒരു പൈതൃകമായ ഒരു പാതയാണ്. നമ്മളിപ്പം നമ്മുടെ പഴയ കാലഘട്ടത്തിന്റെ ആ വലിയ മഹാത്മ്യത്തെ കുറിച്ച് നമ്മൾ ഇപ്പോഴും പറയാറുണ്ട്. പൈതൃകങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ സർക്കാരിന്റെ തന്നെ ഒരു പ്രഖ്യാപിതമായ ഒരു നിലപാടാണ്. ഇതെല്ലാം ഇങ്ങനെ തന്നെയാണ്. പക്ഷെ അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിലൂടെ നമ്മൾ നോക്കുമ്പോൾ ഈ പൈതൃകമായ പാത വീണ്ടെടുത്തുകൊണ്ട് കഴിയുമ്പോൾ ഈ നാടിന്റെ ഒരു വലിയ ചരിത്രത്തിന്റെ സ്മാരകമായിട്ട് ഈ പാത മാറും. കാരണം ഇത്രയും വിശാലമായൊരു പാത, ഒരു കാലഘട്ടത്തില് കേരളത്തിന്റെ വ്യാപാര മേഖലയ്ക്ക് വലിയ സംഭാവനകൾ കൊടുത്തിട്ടുള്ള ഈ ഒരു പാത, നൂറ്റാണ്ടുകളാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു പാത. ഇതിന്റെ ഒരു ചരിത്ര പ്രാധാന്യം തന്നെയാണ് ഒന്നാമത്തെ കാര്യമായിട്ട് പറയുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കോതമംഗലത്തെയും മൂന്നാറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന വളരെ പെട്ടെന്ന്, അതായത് 60 കിലോമീറ്റർ കൊണ്ട് കോതമംഗലത്ത് നിന്ന് മൂന്നാറിൽ ചെല്ലുന്ന ഒരു പാതയായിട്ട് ഈ പാത മാറും. ഇപ്പൊ 80 കിലോമീറ്ററാണ്. 20 മലയോര മേഖലയിലെ 20 കിലോമീറ്റർ യാത്ര എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറിൽ കുറയാത്ത യാത്രാ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ആ കോതമംഗലത്തിന്റെ വരുന്ന ഒരു ടൂറിസ്റ്റിന് നേരെ മാങ്കുളത്തിന്റെ ഈ റോഡിന്റെ സൗന്ദര്യം ആസ്വദിച്ച് മാങ്കുളം വഴി ലക്ഷ്മി എസ്റ്റേറ്റ് വഴി മൂന്നാറിലെത്തുകയും തിരിച്ചു മറ്റു വഴിയിലൂടെ തിരിച്ചു വരികയും ചെയ്യും. അതായത് ഒരു ടൂറിസത്തിന് സാധ്യത കുതിച്ചു കയറി ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പെട്ടെന്നുള്ള ഒരു വലിയ ഡെവലപ്മെന്റ് ഈ പ്രദേശത്ത് ഉണ്ടാകും. 3, ഈ പ്രദേശത്തെ വന്യജീവി ശല്യം, അതിൽ തന്നെ ആവശ്യപ്പെടുന്ന വിഷയമുണ്ടല്ലോ, ഈ വന്യജീവി ശല്യം പരിഹാരമാകും. കാരണം എപ്പോഴും വാഹനങ്ങൾ പോയി തുടങ്ങുന്നതോടുകൂടി വന്യജീവികൾ കാട്ടിൽ തന്നെ നിർത്താനായിട്ട് പറ്റും. അപ്പൊ അതുകൊണ്ട് കാടിന്റെ പരിധിക്കുള്ളിൽ തന്നെ വന്യജീവികൾ ഒതുങ്ങുന്ന ഈ റോഡിലേക്ക് ഇറങ്ങാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ആ രീതിയിലുള്ള ഒരു ഉണ്ടാവും.
അതുപോലെ തന്നെ ഈ മാങ്കുളം ആനക്കുളം എന്ന് പറയുന്നത് ഇപ്പോഴും നമുക്കറിയാം കല്ലാറിൽ നിന്ന് 20-25 കിലോമീറ്റർ ഉള്ളിലുള്ള സ്ഥലമാണ് ഈ ആനക്കുളം എന്ന് പറയുന്ന പ്രദേശം. ഇവർ ഈ കല്ലാറിൽ ചെന്ന് ഒരു ആശുപത്രി കേസിന് ഇവര് മൂന്നാറിലേക്കോ അടിമാലിയിലേക്കോ പോകുന്ന അതിനേക്കാൾ വളരെ പെട്ടെന്ന് കോതമംഗലത്തേക്ക് എത്താനായിട്ട് പറ്റും. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ പ്രദേശങ്ങളുടെ എല്ലാം മുഖച്ഛായ ആകെ മാറിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ നാടിന്റെ ഒരു സമഗ്രമായ പുരോഗതി, ടൂറിസം മേഖല, ആ പ്രദേശത്തുള്ള ആളുകളുടെ ജീവിത സാഹചര്യങ്ങൾ വ്യത്യാസപ്പെട്ടിരുന്ന കാര്യങ്ങൾ, ഇതെല്ലാം ആ രീതിയിൽ നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അടുത്തതായിട്ട് ജോർജ് ചോദിച്ചത് ഈ സമരങ്ങൾ എങ്ങനെ പോകും. സമരങ്ങൾ ഇനി മുമ്പോട്ട് പോകുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് രാജപാത ഇന്നല്ലെങ്കിൽ നാളെ തുറക്കും. അഭിവന്ധ്യ അഭിനവകോടി പിതാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ മന്ത്രിക്ക് വഴി അറിയത്തില്ലെങ്കിൽ വന്നാൽ മതി, ഞാൻ കാണിച്ചു കൊടുക്കാന്ന് പിതാവ് പറയുകയുണ്ടായി. എന്ന് പറയുന്ന പോലെ ഇത് ഈ വഴി തീർച്ചയായിട്ടും തുറന്നു. കാരണം ഇതെന്ന് പറയുന്നത് ചരിത്രം സാക്ഷി നിൽക്കുന്ന വഴിയാണ്, എല്ലാ രേഖകളും ഞങ്ങളുടെ കയ്യിലുള്ള വഴിയാണ്. അതുകൊണ്ട് തന്നെ രണ്ട് തരത്തിലാണ് ഇത് മുമ്പോട്ട് പോകും. ഒന്ന്, നിയമപരമായ പോരാട്ടങ്ങൾ ഉണ്ടാവും. കേരള ഹൈക്കോടതിയിൽ കേസ് നടക്കുന്നുണ്ട്, രാജപാത ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ. അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ദേവസ്യ ഓർത്തിരിക്കുന്ന കേസ്, അതുപോലെ മറ്റ് അനേകം ഇതിനോട് ജോയിൻ ചെയ്തിരിക്കുന്ന മറ്റനേകം സംഘടനകൾ, വ്യക്തികളൊക്കെ ഉണ്ട്. ആ രീതിയിൽ കേസ് മുൻപോട്ട് പോകുന്നുണ്ട്. 2 കേസുകളായിട്ടാണ് മുമ്പോട്ട് പോവുക. അതുപോലെ തന്നെ വിവിധ സമരങ്ങൾ പ്രാദേശിക തലങ്ങളിൽ ആസൂത്രണം ചെയ്ത് നടപ്പാക്കും. ഇങ്ങനെ ജനങ്ങളുടെ ഒരുമിച്ചുള്ള കൂട്ടായ്മ. ഇപ്പൊ എന്തായാലും പൊതുസമൂഹത്തിന്റെ വലിയൊരു ശ്രദ്ധ ഈ വിഷയത്തിലേക്ക് വരുന്നുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ഈ രാജപാത തുറന്നു കൊടുക്കപ്പെടും. അതിനകത്ത് യാതൊരു തരത്തിലുള്ള വ്യത്യാസങ്ങളും ഇല്ല. തന്നെയല്ല, ഇത് കോതമംഗലം രൂപതയും വൈദികരും ഒക്കെ ഈ വിഷയത്തിലേക്ക് ഇടപെടുന്നത് ഇത് ഞങ്ങൾക്ക് ആർക്കും ഇവിടെ ഒരു സെന്റ് സ്ഥലം കൊടുക്കും. ഈ പറയുന്ന വൈദികർക്കോ ഈ പറയുന്ന മെത്രാനോ ഈ പറയുന്ന ജനനേതാക്കന്മാർക്കോ ആർക്കും ഒരു സെന്റ് സ്ഥലം പോലും ഇല്ല. ഞങ്ങളെ സംബന്ധിച്ച് ഈ നാട്ടിലെ സാധാരണക്കാരൻ ഞങ്ങൾക്ക് വലുതാണ്. ഈ സാധാരണക്കാരന്റെ ആവശ്യങ്ങൾ ഞങ്ങൾക്ക് വലുതാണ്. അതുകൊണ്ട് എത്ര വില കൊടുത്തു ഈ നാട്ടിലെ പാവപ്പെട്ടവനൊപ്പം ഞങ്ങളുണ്ടാകും, കോതമംഗലം രൂപതയുണ്ടാകും. തീർച്ചയായും വളരെ വ്യക്തവും ശക്തവുമായിട്ടുള്ള വാക്കുകൾ. കോതമംഗലത്തിന്റെ മാത്രമല്ല എറണാകുളം ജില്ലയുടെയും ഇടുക്കി ജില്ലയുടെയും വികസനത്തിന് വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം സമ്മാനിക്കുന്ന ആ രാജപാത, പഴയ ആലുവ മൂന്നാർ PWD റോഡ്, അത് എത്രയും വേഗം തന്നെ തുറന്നു കൊടുക്കുവാനുള്ള സത്വര നടപടികൾ ഭരണകൂടങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകട്ടെ. മാത്രമല്ല കോതമംഗലത്തിന്റെയും എറണാകുളം ജില്ലയുടെയും ഒക്കെ വികസനത്തിന് അതിനിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ച കോതമംഗലത്തിന്റെ പ്രിയപ്പെട്ട ഇടയനായിരുന്ന പുന്നക്കോട്ടിൽ പിതാവ്, അദ്ദേഹത്തിനെതിരെ എടുത്ത ആ ഒരു കേസ് എത്രയും വേഗം തന്നെ വനവകുപ്പ് പിൻവലിക്കാനുള്ള നടപടികൾ സ്വീകരിക്കട്ടെ. ഈ വിഷയങ്ങളിൽ വളരെ ശക്തവും വ്യക്തവുമായിട്ടുള്ള ആശയങ്ങൾ പങ്കുവച്ച ഫാദർ റോബിൻ, അഡ്വക്കേറ്റ് ഫാദർ റോബിൻ പടിഞ്ഞാറേക്കുറ്റൊപ്പം തന്നെ ഫാദർ റോയ് കണ്ണഞ്ചിറ CMI, രണ്ടുപേർക്കും നന്ദി.